കുറച്ച് ദിവസം ഞാൻ നിന്നോളൂ. ബിൻസിയാണ് പറയുന്നത് മോർണിംഗ് ടാസ്ക്. എനിക്കങ്ങനെ കുറച്ച് ദിവസം നിന്നതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ ചമ്മലായിട്ടുള്ള ഒരു കഥകളും പറഞ്ഞെടുക്കാനായിട്ടില്ല. അക്ബറെ പറയുന്നത് കേൾക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നത് അത് തന്നെയാണ് ചമ്മൽ. ഏറ്റവും വലിയ ചമ്മൽ ഇവിടെ കുറേ പേര് പറഞ്ഞ പോലെ എനിക്കില്ല. നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നുമല്ലോ നമ്മളെന്താണ് എവിക്റ്റായത്, നമ്മളെന്താണ് പുറത്തിറങ്ങാൻ കാരണം എന്ന് ചോദിച്ചിട്ട് നമുക്ക് കാണണമല്ലോ. അങ്ങനെ നമ്മൾ എപ്പിസോഡ് നോക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ മുഖമൊന്നും കാണാനില്ല. ഞാൻ പറയാൻ വന്ന കാര്യം, ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് ഉറങ്ങരുതെന്ന് എന്നോട് കുറേ പേര് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. രാത്രി നേരത്തെ കയറി കിടന്ന് ഉറങ്ങലും സംസാരിച്ചൊക്കെ ഇരിക്കണം എന്നൊക്കെ എന്നോട് കുറേ പേര് പറഞ്ഞു വിട്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഏറ്റവും ആദ്യം വന്ന് ഉറങ്ങി പട്ടി കുരപ്പിച്ച ആൾ ഞാനാണ്. എനിക്ക് അതിനകത്ത് വലിയ പ്രത്യേകിച്ച് ചമ്മൽ നാണക്കേടൊന്നും തോന്നുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഷാനവാസിക്കയും അനീഷേട്ടനും ഒക്കെ വന്നിട്ട് ആദ്യത്തെ പട്ടി കുരയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന് ഷേക്കാൻഡ് തന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറഞ്ഞൊരു ടാസ്ക് കിട്ടി. അന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഞാൻ എല്ലാവരെയും വെല്ലുവിളിച്ച്. ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ ചിരി വരികയാണ്. ഞാൻ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഉറങ്ങത്തില്ല, നിങ്ങൾക്ക് പൊക്കാൻ പറ്റത്തില്ലെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് എന്നെ പൊക്കിക്കൊണ്ട് പൊയ്ക്കോളാനെന്ന്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം ഞാൻ പോത്ത് പോലെയാണ് അവിടെ കിടന്ന് ഉറങ്ങിയത്. സീരിയസ്ലി വായും തുറന്ന്, ഞാൻ വീട്ടിലാണെങ്കിലും ഉറങ്ങുമ്പോൾ വായി തുറന്ന് വെച്ച് ഉറങ്ങാറുണ്ട്. പക്ഷേ കൂർക്കം വലിക്കുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഏറ്റവും കൂടുതൽ ആ ടാസ്കിൽ കിടന്ന് ഒരു നാണമില്ലാതെ ക്യാമറ പോലും മറന്ന് ഞാൻ കിടന്നുറങ്ങി. ആ ക്യാമറ കറക്റ്റായിട്ട് എൻ്റെ കൂർക്കം വലിയും പിന്നെ എൻ്റെ വായി തുറന്നുള്ള കിടപ്പും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്ബർ അവിടെ നിന്നിട്ട് എന്തോ പറഞ്ഞു. അപ്പോൾ പറയുന്നത് അല്ല അക്ബർക്ക, ഈ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ അന്നത്തെ ആദ്യത്തെ മഴയെ നമ്മൾ ഈ ഹൗസിൽ വന്നിട്ട് അപ്പോൾ ഇവിടെ എല്ലാവരും കിടന്ന് ഓടുന്നു കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബഹളം. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വരാന്തയിൽ കിടന്ന് ഇവിടെ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുന്നത്. ഒരു നാണമാനമില്ലാത്ത ഉറക്കമായിപ്പോയി. എനിക്ക് പിന്നീട് അത് കണ്ടപ്പോൾ എനിക്ക് ഒരു തരം നാണക്കേടായിരുന്നു. ചമ്മലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചമ്മലായിരുന്നു. ലൈവിൽ കുറേ പേരിരുന്ന് സംസാരിക്കുന്നത്, എന്നാൽ ഒരു കൂർക്കം വലി മാത്രം കേൾക്കാമെന്ന്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര ചമ്മലെന്ന് ബിൻസി പറയുകയാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.